ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇമ്പോർട്ടൻറ്റ് PYQ ഡിസ്കഷൻ്റെ 10ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോമൺ പ്രിലിമിനറി ഡിഗ്രി ലെവൽ സ്റ്റേജ് 1ലെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ നോക്കാം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, പാക്കേജ് സോഫ്റ്റ്വെയർ, മിഡിൽ വെയർ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ലഭിച്ചിട്ടുണ്ടാവും ഏതാണെന്നുള്ളത്. അപ്പോൾ സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ, ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും പലവിധ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ടൂൾസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പെയ്ഡ് വേർഷൻ ആയിരിക്കും. അങ്ങനെ പെയ്ഡ് വേർഷൻ അല്ലാതെ വരുന്ന ഒത്തിരി ആപ്ലിക്കേഷനുകളും നമ്മൾ പ്ലേ സ്റ്റോറിൽ കാണാം. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെയും അതിൻ്റെ അകത്തെ എല്ലാ ടൂൾസുകളും നമ്മുടേതായ രീതിയിൽ ഉപയോഗിക്കാനും കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്ന ആപ്ലിക്കേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടും പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുത്തക കമ്പനികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, കാര്യക്ഷമമായ പ്രവർത്തനം, പരസ്പര പ്രവർത്തനക്ഷമത, കുറഞ്ഞ ചിലവ്, സുരക്ഷിതത്വം, ഇതൊക്കെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്ക് ഉറപ്പ് നൽകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല കമ്പനികളുടെയും നമ്മൾ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഭീമമായ തുക നമ്മൾ മാസം അല്ലെങ്കിൽ വർഷം തോറും നമുക്ക് എന്താണ് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് പോകും. എന്നാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇതിനൊന്നും നമുക്ക് മെനക്കെടേണ്ടതില്ല. ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്നവരെയും അങ്ങനെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വിൻഡോസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും തന്നെ OS എന്ന് പറയുന്നത് വിൻഡോസ് ആയിരിക്കും. അപ്പോൾ ഈ വിൻഡോസ് നമ്മൾ ഒറിജിനൽ വേർഷൻ ആണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പെയ്ഡ് ചെയ്ത് ഓരോ വർഷവും നമ്മൾ പുതുക്കി ഉപയോഗിക്കേണ്ട ആവശ്യകതയിലേക്ക് പോകും. എന്നാൽ എന്താണ് ഈ പറയുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽപ്പെട്ട OS ആണ് GNU Linux എന്ന് പറയുന്നത്. ലിനക്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതോ അല്ലെങ്കിൽ എന്താണ് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് പോകുന്നില്ല. അപ്പോൾ കുത്തക കമ്പനിയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവിടെ ഉറപ്പുവരും. അതേപോലെ തന്നെ എന്താണ്, പരസ്പര പ്രവർത്തനക്ഷമതയുണ്ട്, കുറഞ്ഞ ചെലവ് മതി, അതേപോലെ തന്നെ സുരക്ഷിതത്വം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നൽകുന്നത് കൊണ്ടാണ് ഇതിനെ സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭീമമായ ഒരു തുക നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റാസും ഒക്കെ മറ്റുള്ള കുത്തക കമ്പനികളിലേക്ക് പോകും എന്നുള്ള പേടി നമുക്ക് വേണ്ട. അതേപോലെ തന്നെ എന്താണ്, ഭയങ്കരമായിട്ട് ഒരു സുരക്ഷിതത്വം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർ മാതൃകയിലുള്ള OS ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് GNU Linux എന്ന് പറയുന്നത്. അപ്പോൾ ലിനക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ലിനക്സ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിനസ് ബെനഡിക്ട് ടോർവാൾഡ് ആണ് ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത്. ലിനസ് ബെനഡിക്ട് ടോർവാൾഡ് ആണ്. അപ്പോൾ ലിനസ് ബെനഡിക്ട്
ടോർവാൾഡ് ആണ് ഇത് വികസിപ്പിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ 4 തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് നിർവചിക്കുന്നത്. അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എത്ര തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഉപഭോക്താക്കൾക്ക് നിർവചിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 4 തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. സ്വാതന്ത്ര്യം 0 എന്ന് പറയുന്നത് 0, ഏത് ആവശ്യത്തിനും ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഏത് ആവശ്യത്തിനും നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്രകാരം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം എന്ത് തരുന്നുണ്ട്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസുകൾ നമുക്ക് നൽകുന്നുണ്ട്. സ്വാതന്ത്ര്യം 1, സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം 3 ആണ്, പ്രോഗ്രാമിനെ നവീകരിക്കുവാനും നവീകരിച്ചവരെ പുറത്തിറക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അപ്പോൾ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, എന്നിട്ട് ആ അപ്ഡേറ്റ് ചെയ്ത വേർഷനെ നമുക്ക് എന്താണ് പുറത്തിറക്കാനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പ് നൽകുന്നുണ്ട് സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ബേസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞു എന്താണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കുത്തക കമ്പനികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നു. അതേപോലെ തന്നെ എന്താണ്, കാര്യക്ഷമമായ പ്രവർത്തനം, പരസ്പര പ്രവർത്തനക്ഷമത, കുറഞ്ഞ ചിലവ്, സുരക്ഷിതത്വം തുടങ്ങിയവ നൽകുന്നതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മാതൃകയിലുള്ള OS ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്നത്. ഇത് ആരാണ് വികസിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ലിനക്സ് ബെനഡിക്റ്റ് ടോർവാൾഡ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ 4 തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് നിർവചിക്കുന്നത്. സ്വാതന്ത്ര്യം 0 എന്ന് പറയുന്നത് ഏതാവശ്യത്തിനും ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം 1, സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം 3 ആണ്, പ്രോഗ്രാമിനെ നവീകരിക്കുവാനും നവീകരിച്ചവരെ പുറത്തിറക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിത്രങ്ങൾ നിർമ്മിക്കാനും ചിട്ടപ്പെടുത്തുവാനും വിവിധ ഫയൽ ഫോർമാറ്റുകളെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെയാണ് ജിംബ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ജിംബ്. അപ്പോൾ ചിത്രങ്ങൾ നിർമ്മിക്കാം, അതേപോലെ തന്നെ ചിട്ടപ്പെടുത്തുവാനും വിവിധ ഫയൽ ഫോർമാറ്റുകളുടെ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത്. മോസില്ല കോർപ്പറേഷൻ നിർമ്മിച്ച വളരെ പ്രശസ്തമായ വെബ് ബ്രൗസർ നമുക്കറിയാം മോസില്ല ഫയർഫോക്സ്. പലരും ഉപയോഗിക്കാറുള്ളതാണ് മോസില്ല ഫയർഫോക്സ്, അതേപോലെ തന്നെ ഗൂഗിൾ ക്രോം, അതേപോലെ തന്നെ നമ്മുടെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതൊക്കെ എന്താണ്, ബ്രൗസറുകളാണ്. ഓക്കെ, അപ്പോൾ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് മോസില്ല കോർപ്പറേഷൻ നിർമ്മിച്ച വളരെ പ്രശസ്തമായ വെബ് ബ്രൗസർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണത്തിൽ ഒന്നാണ് മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അതേപോലെ തന്നെ നമ്മുടെ ആപ്പിളിന്റെ ആണ് സഫാരി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ, ഒരു സമ്പൂർണ്ണ ഓഫീസ് പാക്കേജായ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് ORG എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമ്പൂർണ്ണ ഓഫീസ് പാക്കേജായ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് ORG. ഇത് ലിനക്സ് വിൻഡോസ് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇതിൽ ലിഖിത ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുവാനും രൂപമാറ്റം ചെയ്യുവാനും വേർഡ് പ്രോസസ്സറായ റൈറ്റർ സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റം ചെയ്യുവാനും വേർഡ് പ്രോസസ്സറായ റൈറ്റർ ഷീറ്റായ കാൽക്ക് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയ ഇംപ്രസ് എന്നിവ ഉപയോഗിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് എന്താണ് ഈ പറയുന്ന ഓപ്പൺ ഓഫീസ് ORG എന്ന് പറയുന്നത് ലിനക്സിലും നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ എന്താണ് വിൻഡോസിലും ഉപയോഗിക്കാം. അതായത് ലിഖിതങ്ങളായിട്ടുള്ള ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുവാനും ഇത് രൂപമാറ്റം ചെയ്യുവാനും അതേപോലെ തന്നെ എന്താണ് വേർഡ് പ്രോസസ്സറായ റൈറ്റർ അതായത് സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റം ചെയ്യുവാനും വേർഡ് പ്രോസസ്സറായ റൈറ്റർ ഷീറ്റായ കാൽക്ക് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയ ഇംപ്രസ് എന്നിവയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നിലവിലെ ചോദിച്ചൊരു ചോദ്യമാണ്, എപ്പോഴും PYQ ആയിട്ട് ചോദിക്കുന്നതാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ
റിച്ചാർഡ് സ്റ്റാൾമാൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എത്ര തവണയാണ് PSC IT ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചതെന്ന് അറിയത്തില്ല. കാരണം അത്രയും തവണ ചോദിച്ച ചോദ്യമാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ ആണെന്നുള്ളത്. റിച്ചാർഡ് സ്റ്റാൾമാൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ മക്കളെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓപ്പൺ ഓഫീസ് ORG. ഒരു സമ്പൂർണ്ണ ഓഫീസ് പാക്കേജ് ആയ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് ORG. ഇത് ഏതൊക്കെ OSകളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ലിനക്സിലും വിൻഡോസിലുമാണ്. അതേപോലെ തന്നെ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് മോസില്ല കോർപ്പറേഷൻ നിർമ്മിച്ച പ്രശസ്തമായിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ആണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ജിംബ് നമുക്കറിയാം, ചിത്രങ്ങൾ നിർമ്മിക്കാനും ചിട്ടപ്പെടുത്തുവാനും വിവിധ ഫയൽ ഫോർമാറ്റുകളിലേക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനും സഹായിക്കുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞു, അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ 4 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെയാണ് നിർവചിക്കുന്നത്. സ്വാതന്ത്ര്യം 0, സ്വാതന്ത്ര്യം 1, 2, 3 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏതാണ്? ഞാൻ ഓപ്ഷൻ എല്ലാം എടുക്കുന്നില്ല. അപ്പോൾ ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ തിരയുന്നതിന് വേണ്ടി ഇന്റർനെറ്റിലുള്ള വെബ്സൈറ്റുകളെയാണ് സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെർച്ച് എഞ്ചിനുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ തിരയുന്നതിന് വേണ്ടി ഇന്റർനെറ്റിലുള്ള വെബ്സൈറ്റുകളെയാണ് സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമുക്ക് ഡൗട്ട്സ് വന്നാലും ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും പെട്ടെന്നുള്ള ഒരു ഉപാധിയാണ് ഗൂഗിളിൽ പോയി നമ്മൾ എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിമിഷ നേരത്തിനുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ തിരയുന്നതിനും വേണ്ടി, അതായത് ആ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഇപ്പോൾ എന്താണ് ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് റവല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് INC, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ ടൈപ്പ് ഓഫ് സെന്റൻസുകൾ, അല്ലെങ്കിൽ ടെൻസ് എന്നൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് എവിടെ വരും? ഈ പറയുന്ന സെർച്ച് എഞ്ചിനുകൾ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വിവരങ്ങൾ തിരയുന്നതിനായി സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന വാക്കുകളെ നമ്മൾ കീവേഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ എടുത്തു, ആ ഗൂഗിളിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വേർഡിനെ നമ്മൾ പറയുന്നതാണ് കീവേഡുകൾ എന്ന് പറയുന്നത്. അതായത് വിവരങ്ങൾ തിരയുന്നതിന് വേണ്ടി സെർച്ച് ബോക്സ്, ഓക്കെ, ആ കാണുന്നതാണ് സെർച്ച് ബോക്സ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ താഴെ കാണുന്ന ആ ഒരു ബോക്സ്. അപ്പോൾ ആ സെർച്ച് ബോക്സിൽ നിലവിൽ എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന വിവരങ്ങളെയാണ് കീവേഡുകൾ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വേൾഡ് വൈഡ് വെബിൽ ലഭ്യമാക്കിയ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകതരം പ്രോഗ്രാമുകളെയാണ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വേൾഡ് വൈഡ് വെബിൽ ലഭ്യമാക്കിയ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകതരം പ്രോഗ്രാമുകളെയാണ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിനുകൾ തുറക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിനായി കാണുന്ന ബോക്സ് ആണ് സെർച്ച് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിനുകൾ തുറക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിനായി കാണുന്ന ബോക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെർച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു സെർച്ച് എഞ്ചിനിൽ നമുക്ക് എന്താണ്? നിലവിൽ ഈ പറയുന്ന ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്താണ് ഈ പറയുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കീവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കീവേഡ്സ്. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് സെർച്ച് എഞ്ചിൻ. അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെർച്ച് ബോക്സ് വിളിക്കുന്നത് എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്താണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളത്, അതേപോലെ തന്നെ എന്താണ് കീവേഡ് എന്നുള്ളത്, അതേപോലെ തന്നെ ഏതാണ് സെർച്ച് ബോക്സ് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ് ബിങ്, ഗൂഗിള്, ബൈറ്റു, യാഹു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ്? ബിങ്, ഗൂഗിള്, ബൈറ്റു, യാഹു ഒക്കെയാണ്.
ഇന്ത്യയിൽ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനുകളാണ് ഗുരുജി, അതേപോലെ തന്നെ എപ്പിക്, ജസ്റ്റ് ഡയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനുകളാണ് ഗുരുജി, അതേപോലെ തന്നെ എപ്പിക്, ജസ്റ്റ് ഡയൽ എന്ന് പറയുന്നത്. ഗൂഗിൾ എർത്തിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം PSC ചോദിച്ചേക്കണാണ്. ഗൂഗിൾ എർത്തിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അത് ഭുവനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഗൂഗിളിന്റെ പ്രഥമ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറി പേജ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗൂഗിളിന്റെ പ്രഥമ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലാറി പേജ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗൂഗിളിന്റെ പ്രഥമ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറി പേജ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിലവിൽ ഗൂഗിളിന്റെ CEO ആരാന്ന് ചോദിച്ചാൽ അത് സുന്ദർ പിച്ചയാണ്. ആദ്യ ഇന്ത്യക്കാരനാണ് ഈ പറയുന്ന സുന്ദർ പിച്ചെ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 2024 സെപ്റ്റംബർ 27 26ാം വാർഷികം ആഘോഷിച്ച മൾട്ടിനാഷണൽ കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇനിയും ചോദിക്കാം, 2024 സെപ്റ്റംബർ 27 26ാം വാർഷികം ആഘോഷിച്ച മൾട്ടിനാഷണൽ കമ്പനിയാണ് ഏതെന്ന് പറയുന്നത്? ഗൂഗിൾ എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ ആദ്യകാല നാമമാണ് ബാക്ക്റബ് എന്ന്. അപ്പോൾ ഗൂഗിള് ആദ്യകാലത്ത് അറിയപ്പെട്ടത് ബാക്ക്റബ് എന്ന പേരിലാണ്. ഗൂഗിൾ പുറത്തിറക്കിയ ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പുറത്തിറക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. ചാറ്റ് GPTക്ക് ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. അപ്പോൾ ചാറ്റ് GPTക്ക് ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ഏതെന്ന് പറയുന്നത്? ജെമിനി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിൾ പുറത്തിറക്കുന്ന ലാംഗ്വേജ് മോഡൽ ചാറ്റ് ബേറ്റ്, അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. ചാറ്റ് GPTക്ക് ബദലായിട്ടാണ് ജെമിനി എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ അത് ഗൂഗിൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചത് താഴെ പറയുന്നവയിൽ ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഗൂഗിൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന്മാരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച അസിസ്റ്റന്റ് ആണ് മീന എന്ന് പറയുന്നത്. അപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച അസിസ്റ്റന്റ് ആണ് മീന. ലോകത്തിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് പ്രോജക്റ്റ് ലൂൺ എന്ന് പറയുന്നത്. ഇത് ഒത്തിരി തവണ PSC ഇപ്പോൾ ചോദിച്ചൊരു കറണ്ട് അഫയേഴ്സ് ആണ്. ലോകത്തിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്റ്റ് ലൂൺ പദ്ധതി ആരംഭിച്ചത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ആണ്. അപ്പോൾ പ്രൊജക്റ്റ് ലൂൺ താഴെ പറയുന്നവയിൽ ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നമ്മുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ടതാണ് പ്രൊജക്റ്റ് ലൂൺ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം ഞാനൊന്ന് ഓടിച്ചു പറയാം. അതായത് ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ തിരയുന്നതിന് വേണ്ടി ഇന്റർനെറ്റിലുള്ള വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിനുകൾ എന്ന് നമ്മൾ പറയുന്നത്. വിവരങ്ങൾ തിരയുന്നതിനായി സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന എല്ലാ വാക്കുകളും, അതായത് ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാക്കുകളൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് കീവേഡുകൾ എന്നാണ് വിളിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വേൾഡ് വൈഡ് വെബിൽ ലഭ്യമാക്കിയ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയ പ്രത്യേകതരം പ്രോഗ്രാമുകളാണ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ പ്രോഗ്രാമുകൾ. സെർച്ച് എഞ്ചിനുകൾ തുറക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിനായി കാണുന്ന ആ ഒരു സ്ക്വയർ ബോക്സ് ആണ് എന്തെന്ന് പറയുന്നത്? സെർച്ച് ബോക്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിങ്, ഗൂഗിള്, ബൈതു, യാഹു. ഇന്ത്യയിൽ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനുകളാണ് ഗുരുജി, എപ്പിക്, ജസ്റ്റ് ഡയൽ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എപ്പിക് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കാരണം ഇന്ത്യയിൽ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനുകൾ താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഗുരുജിയും എപ്പിക്കും ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിൾ എർത്തിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ എർത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ഭുവനിലും നമുക്ക് അങ്ങനെ ചെയ്യാം. അത് ഇന്ത്യ വികസിപ്പിച്ചതാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക.
ഗൂഗിളിന്റെ പ്രഥമ സിഇഒ ലാറി പേജ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഗൂഗിളിന്റെ സിഇഒ ആണ് സുന്ദർ പിച്ചെ. 2024 സെപ്റ്റംബർ 27 26ാം വാർഷികം ആഘോഷിച്ച മൾട്ടിനാഷണൽ കമ്പനിയാണ് ഏതെന്ന് പറയുന്നത് ഗൂഗിൾ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ബാക്രബ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ ഗൂഗിളിന്റെ ചാറ്റ് ബോട്ടാണ് ജെമിനി. ചാറ്റ് ജിപിടിക്ക് ബദലായിട്ടാണ് ഈ പറയുന്ന ജെമിനി അവതരിപ്പിച്ചത്. ഇന്ത്യക്ക് ഉഡാൻ പദ്ധതി ആരംഭിച്ചത് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അത് ഗൂഗിൾ ആണ്. അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച അസിസ്റ്റന്റ് ആണ് മീന എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ നടപ്പിലാക്കുന്ന പദ്ധതി പ്രൊജക്ട് ടൂൺ വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിനെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകളിൽ ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യയാണ് എന്തെന്ന് പറയുന്നത് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടേക്കുന്നതാണ് വെബ് ജാക്കിംഗ് എന്നുള്ളത്. എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. കാരണം അക്രമകാരികൾ അതേപോലെ തന്നെ എന്താണ് ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കി അതിനുശേഷം ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു ഫിഷിംഗ് സാങ്കേതിക വിദ്യയെ നമുക്ക് വെബ് ജാക്കിംഗ് എന്ന് പറയാം. ഒരു ഡൊമെയിൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു വെബ്സൈറ്റിന് നിയമവിരുദ്ധമായി നിയന്ത്രണം തേടാവുന്നതാണ് വെബ് ജാക്കിംഗ്. കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ലോക്ക് ചെയ്ത് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകൾ ആണ് റൺസോം വെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റൺസോം വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ലോക്ക് ചെയ്ത് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകളാണ് റൺസോം വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീൻ ലോക്ക് ചെയ്ത് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകളെ റൺസോം വെയറുകൾ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ സലാമി അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുവാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് കമ്പ്യൂട്ടർ വൈറസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് കമ്പ്യൂട്ടർ വൈറസുകൾ എന്ന് പറയുന്നത്. വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ്, ഒത്തിരി തവണ ചോദിച്ചതാണ്, വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സേജ്. അതാണ് വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സേജ് ആണ് എന്തെന്ന് പറയുന്നത് വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം. ലോകത്തിലെ ആദ്യത്തെ വൈറസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രീപ്പർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വൈറസ് ആണ് ക്രീപ്പർ എന്ന് പറയുന്നത്. ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക ക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രീപ്പർ ആണ്. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽക്ക ക്ലോൺ ആണ്. ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസ് ആണ് ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസ് ആണ് ഫ്ലെയിം. പ്രധാനപ്പെട്ട വൈറസുകളാണ് ഐ ലവ് യു, സാസർ, കോഡ് റെഡ്, അതേപോലെ തന്നെ മെലിസ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട വൈറസുകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ ലവ് യു ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സാസർ എന്ന് പറയുന്നത്, കോഡ് റെഡ്, മെലിസ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസുകളായിട്ട് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വൈറസ് ആണ് ക്രീപ്പർ എന്ന് പറയുന്നത്. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക ക്ലോൺ എന്ന് പറയുന്നത്. ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസ് ആണ് ഫ്ലെയിം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് ഗൂഗിൾ ആരംഭിച്ച വർഷം എന്നാണ് ചോദിച്ച ചോദ്യമാണ്. ഗൂഗിൾ ആരംഭിച്ച വർഷം എന്നാണുള്ളത്. എന്നാണ് 1998 ഗൂഗിൾ ആരംഭിച്ചത്. ഗൂഗിളിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറി പേജും സെർജി ബ്രിനുമാണ് ഗൂഗിളിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ സ്ഥാപിച്ചത് 1998 ഗൂഗിളിന്റെ സ്ഥാപകനാണ് ലാറി പേജും അതേപോലെ തന്നെ സെർജി ബ്രിനും. ഗൂഗിളിന്റെ ആപ്തവാക്യമാണ്
ഡോൺ ബി ഇവിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡോൺ ബി ഇവിൾ എന്ന് പറയുന്നത് ആരുടെ ആപ്തവാക്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ഗൂഗിളിന്റെ ആപ്തവാക്യമാണ് ഡോൺ ബി ഇവിൾ. ഇനി ഗൂഗിളിന്റെ മാതൃസ്ഥാപനമാണ് ആൽഫബൈറ്റ്. ഗൂഗിളിന്റെ ആദ്യകാല നാമമായിരുന്നു ബാഗ്രബ് എന്ന് പറയുന്നത്. ഗൂഗിൾ പുറത്തിറക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ബോട്ടാണ് ജെമിനി എന്നുള്ളത്. ചാറ്റ് GPT ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ജെമിനി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ അത്രയാണ് അതിൻ്റെ നമുക്ക് പഠിക്കാനുള്ളൂ. ഗൂഗിള് ആരംഭിച്ചത് 98-ലാണ്. സ്ഥാപകൻ ലാറി പേജും സെർജി ബ്രിന്നുമാണ്. ആപ്തവാക്യം ഡോൺ ബി ഇവിൾ എന്നുള്ളതാണ്. ഗൂഗിളിന്റെ മാതൃകാ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്ന മാതൃസ്ഥാപനം ആൽഫബൈറ്റ് ആണ്. ഗൂഗിളിന്റെ ആദ്യകാല നാമമാണ് ബാക്ക് റബ് എന്ന് പറയുന്നത്. ഗൂഗിൾ പുറത്തിറക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ബോട്ടാണ് ജെമിനി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം എന്നുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? നിങ്ങളിപ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ. എന്താണ്? സ്കാനർ ആണ് എന്തെന്ന് പറയുന്നത് ഇൻപുട്ട് ഉപകരണങ്ങൾ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, അതേപോലെ തന്നെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, സിസ്റ്റം സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ബേസ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ ഉറപ്പായിട്ടും വരും. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഓരോ ചാപ്റ്ററുകളും നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പോകുന്നതായിരിക്കും. കമ്പ്യൂട്ടറിന് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കാനർ, മൗസ്, കീബോർഡ്, ലൈറ്റ് പെന്ന്, ജോയ്സ്റ്റിക്ക്. ഇതൊക്കെ എന്താ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അതായത് കമ്പ്യൂട്ടറിന് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകിയെങ്കിൽ മാത്രമാണ് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നാം കൊടുക്കുന്ന നിർദ്ദേശങ്ങളും വിവരങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. അപ്പോൾ അതിനു വേണ്ട ഈ പറയുന്ന എന്താണ് ആ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഡാറ്റയൊക്കെ കൊടുക്കുന്ന ഏത് വഴിയാ? ഇൻപുട്ട് ഉപകരണങ്ങൾ വഴിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്കാനർ ചെയ്യപ്പെടുന്ന ചിത്രത്തിന് റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന അളവുകോലാണ് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്, അതായത് DPI എന്ന് പറയുന്നത്. DPI കൂടുന്തോറും റെസല്യൂഷൻ മെച്ചപ്പെട്ടതായിരിക്കും. ഇതാണ് ചിത്രത്തിൽ കാണുന്നത്. അതായത് ഈ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് 100 DPIയുടെ ചിത്രമാണ് ചിത്രത്തിൽ കാണുന്നത്. നോക്കിയേ, 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇത്രയാണ് 100 DPI എന്ന് പറയുമ്പോൾ ഇത്രയും വരും. 200 DPI എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇനി 400 DPI എന്ന് പറയുമ്പോൾ ഇത്രയും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന DPI എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഡോട്ട്സ് പെർ ഇഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ചിത്രത്തിന്റെ അകത്തും DPI കൂടുന്നതിനനുസരിച്ച് ആ പിക്ചറിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ കൂടും. അതായത് റെസല്യൂഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാറില്ല പിക്സൽ ഇത്ര പിക്സൽ കൂടുതലാണ്, ഇനി ഇത്ര പിക്സൽ കുറവാണ്. അതേപോലെ തന്നെയാണ് ഇത് DPI ആണ്, എന്ത് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ DPI കൂടുന്തോറും എന്ത് ചെയ്യും, ഇതിന്റെ റെസല്യൂഷൻ കൂടുന്നു, കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, സ്കാനറുകളുടെ പ്രധാന വകഭേദങ്ങളാണ് ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, ഹാൻഡ് ഹെൽഡ്. ഓക്കെ, അപ്പോൾ സ്കാനറുടെ പ്രധാനപ്പെട്ട വകഭേദങ്ങളാണ് 3 അതിലൊന്നാണ് ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, ഹാൻഡ് ഹെൽഡ് എന്നുള്ളത്. സ്കാൻ ചെയ്യപ്പെടുന്ന ടെസ്റ്റിന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ OCR സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തിരിച്ചറിയുകയും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് ആവശ്യമായി ചിട്ടപ്പെടുത്തലുകൾ നടത്താൻ അതിനെ ഉചിതമായ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ സ്കാൻ ചെയ്യപ്പെടുന്ന ടെസ്റ്റിന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അതായത് OCR സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തിരിച്ചറിയുകയും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് ആവശ്യമായ ചിട്ടപ്പെടുത്തലുകൾ നടത്താനും അതിന് ഉചിതമായ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. വീഡിയോ ഗെയിമുകൾ കളിക്കുന്നതിനും പരിശീലന അനുകരണങ്ങൾ, റോബോട്ടുകൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിനും സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. അപ്പോൾ ഇതാണ് ജോയ്സ്റ്റിക്ക്. മിക്കവാറും എല്ലാവരും എന്താണ് ഗെയിം കളിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് ജോയ്സ്റ്റിക്ക്. ഈ കാണുന്ന ചിത്രത്തിലെ ഒരു ഇലക്ട്രോണിക് എഴുത്തു പ്രതലവും അതിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പേനയും അടങ്ങുന്നതാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് എഴുത്തു പ്രതലവും അതിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പേനയും അടങ്ങുന്നതിനെയാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്.
കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ തന്നെ PSC എക്സാമുകളുടെ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നിലവിൽ എന്താണ് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് എക്സാമിൻ്റെ സമയമാവുമ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്മൾ പ്രിന്റ് എടുക്കാറുണ്ട്. അപ്പോഴും ഇതൊക്കെ എങ്ങനെയാണ്? പ്രിന്റർ വഴിയാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? മോണിറ്റർ. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മോണിറ്റർ ഉപയോഗിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതിനായി വ്യത്യസ്ത കനത്തിലും അകലത്തിലും ലംബമായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം വരകളെ നമുക്ക് ബാർകോഡ് എന്ന് വിളിക്കാം. നമ്മൾ പല സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ എന്താണ്? QR കോഡിലാണ്. അതായത് ഒരിക്കലും ആ സാധനത്തിന്റെ പ്രൈസ് അവിടെ അവർ എഴുതത്തില്ല. അതിന് വരെ എന്തായിരിക്കും? കുറേ വരകളായിരിക്കും. അതായത് ബാർകോഡ്സ് ആയിരിക്കും അവിടെ കാണുന്നത്. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? അതിൻ്റെ അകത്തു നിന്നും കൃത്യമായിട്ടൊരു അതായത് ഡേറ്റ, അതായത് ഈ പറയുന്ന അതിൻ്റെ വില എത്രയാണെന്നുള്ളത് സ്ക്രീനിൽ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ബാർകോഡുകൾ പ്രതിദാനം ചെയ്യുന്ന ഡാറ്റയെ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബാർകോഡുകൾ പ്രതിനിധാനം ചെയ്യുന്ന ഡാറ്റയെ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാർകോഡ് റീഡർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് എന്താ? ബാർകോഡുകൾ പ്രതിദാനം ചെയ്യുന്ന ഡാറ്റയെ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നോക്കിയേ, വേർഡ് പ്രോസസ്സർ, വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്. ഒറ്റയടിക്കാനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം ബേസ് ലെവലായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നിന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റും. നമ്മുടെ ആൻസർ വേർഡ് പ്രോസസ്സർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയറുകൾ. സോഫ്റ്റ്വെയറുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഓക്കെ, നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും മറ്റൊന്നിനെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും വിളിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ OS ആയിട്ടുള്ള വിൻഡോസ്, ലിനക്സ്, ഇതൊക്കെ എന്താണ്? ഉബുണ്ടു, ഇതൊക്കെ എന്താണ്? OS ആണ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കമ്പ്യൂട്ടറിലെ ഓരോ വിഭാഗത്തിന് ഇപ്പോൾ നമുക്ക് എന്താണ്? ഇമേജസുകൾ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇമേജസിൻ്റെ ക്ലാരിറ്റി കൂട്ടാനും ഇമേജസുകൾക്ക് എന്താണ് ഈ പറയുന്ന പല പല എഡിറ്റുകൾ നടത്താനും വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കും. അത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഇനി വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുക, വീഡിയോൻ്റെ അകത്തുള്ള ബാക്കിയുള്ള പ്രോസസ്സിങ് നടത്തുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഒത്തിരി സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അഡോബ് പ്രീമിയർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി വീഡിയോ എഡിറ്റിംഗ്, വീഡിയോൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് അഡോബ് പ്രീമിയർ എന്ന് പറയുന്നത്. ഇനി അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ആ ഫോട്ടോ എഡിറ്റിങ്ങും ഫോട്ടോൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ ആപ്ലിക്കേഷനുകൾ. ഓക്കെ, ഇനി ഒരു ഡേറ്റാബേസിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ റിപ്പോർട്ട് രൂപത്തിൽ ലഭ്യമാക്കാനും അതിലേക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും പ്രത്യേകം തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേകം ആവശ്യത്തിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ പറഞ്ഞു ഫോട്ടോവുമായി സംബന്ധിച്ചുള്ള എല്ലാ എഡിറ്റിങ്ങിനും വേണ്ടിയാണ് നമ്മൾ ഫോട്ടോഷോപ്പ്. വീഡിയോ സംബന്ധിച്ച എഡിറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന അഡോബ് പ്രീമിയർ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി എന്താണ്? പൊതുവായ ആവശ്യങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയറുകളും നിലവിലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ പെടുന്നുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർക്ക് ഉദാഹരണമാണ് ജിംബ്, പൈറോൾ സിസ്റ്റം, ടാലി, എയർലൈൻ റിസർവ് സിസ്റ്റം. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. ഒരു പ്രത്യേക ആപ്ലിക്കേഷനിലോ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജാണ്
പൊതുവായ ആവശ്യങ്ങൾക്കായുള്ള പാക്കേജുകൾ. വേഡ് പ്രോസസ്സറുകൾ, സ്പ്രെഡ്ഷീറ്റ്, സോഫ്റ്റ്വെയർ പ്രസൻറ്റേഷൻ, സോഫ്റ്റ്വെയർ ഡാറ്റാബേസ്, സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്നിങ്ങനെ പൊതുവായ ആവശ്യങ്ങൾക്കുള്ള പാക്കേജുകളെ നമുക്ക് തരംതിരിക്കാം. ഡോക്യുമെൻറ്റുകൾ നിർമ്മിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വേഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ലിഖിത ഉള്ളടക്കം രൂപകൽപ്പന ചെയ്യുവാനും ചിട്ടപ്പെടുത്തുവാനും നിർമ്മിക്കുവാനും പ്രിന്റ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ലിഖിത ഉള്ളടക്കം രൂപകൽപ്പന ചെയ്യുവാനും ചിട്ടപ്പെടുത്തുവാനും നിർമ്മിക്കുവാനും പ്രിന്റ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വേഡ് പ്രോസസ്സിംഗ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യമാണ്, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കൊടുക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ, ഈ ഒരു ചോദ്യം LD ലെവലിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ലാൻ, പാൻ, വാൻ, ബസ് നെറ്റ്വർക്ക്. ഏതാണ്? വാൻ ആണ്. അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ് വാൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്ക് ശൃംഖലയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. കമ്പ്യൂട്ടർ ശൃംഖലയെ അവയുടെ വ്യാപനത്തെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയെ അവയുടെ വ്യാപനത്തെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ പാൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്. അടുത്തതാണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതിൽ തന്നെ ഉണ്ട് അതെന്താണെന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്നത്. ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപന പരിധിക്കുള്ളിലോ ബന്ധിപ്പിച്ചിരിക്കുന്ന വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയെ നമുക്ക് ലാൻ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ ലാൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ഞാനും എൻ്റെ കമ്പ്യൂട്ടറും സിസ്റ്റവും അതേപോലെ തന്നെ എന്താണ് മോഡം, മൊബൈൽ, ഇതുമായി ബന്ധപ്പെട്ടാണ് പാൻ. എന്നാൽ ഒരു ഓഫീസും ആ ഓഫീസിലെ ശൃംഖലകളായിട്ടുള്ള ആ ബിൽഡിങ്ങിൽ ഉൾപ്പെടെയുള്ള എല്ലാം ഉപയോഗിക്കുന്നതിനെ ലാൻ എന്ന് വിളിക്കാം. ഓഫീസുകളിലും സ്കൂളുകളിലും റൂമുകളിലും ഒക്കെ ലാൻ ശൃംഖലയാണ് ഉപയോഗിക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനവും വിനിമയ ഉപകരണവും വ്യാപനവും ഒരു നഗരപരിധിക്കുള്ളിൽ നിൽക്കുകയും അങ്ങനെയുള്ള ശൃംഖലയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. 100 കിലോമീറ്റർ വരെ വൃത്തപരിധിയിൽ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ 100 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കും ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് പറയുന്നത്. ഇനി പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന വിവര വിനിമയ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളെയാണ് വാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ദൂരത്തിൽ, അതായത് 100 കിലോമീറ്റർ വൃത്തപരിധിക്കും അപ്പുറം പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് എന്തെന്ന് പറയുന്നത്, വാൻ എന്ന് പറയുന്നത്. അപ്പോൾ 100 കിലോമീറ്റർ വരെ നമുക്ക് ഏതിൽ പെടുത്താം, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാനിൽ പെടുത്താം. ഒരു വ്യക്തിയും സിസ്റ്റവും അതേപോലെ തന്നെ മോഡം അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പാൻ എന്ന് വിളിക്കാം. ഒരു വ്യക്തി അതേപോലെ തന്നെ ഒരു ഓഫീസ് ശൃംഖല ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ലാൻ എന്ന് വിളിക്കാം. മാൻ എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ വരെ ചുറ്റളവിൽ നമുക്ക് കിടക്കുന്നവരെ എല്ലാത്തിനെയും മാൻ എന്ന് വിളിക്കാം. ഇനി വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്താൽ മതി, 100 കിലോമീറ്ററേക്കാൾ കൂടുതൽ ചുറ്റളവിൽ കിടക്കുന്നത് ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്കായി കണക്കാക്കപ്പെടുന്നതാണ് ഇന്റർനെറ്റ്. ഈ എക്സാമ്പിൾ എന്താ ചോദിച്ചാൽ ATM, അതേപോലെ തന്നെ ATM ശൃംഖല, ബാങ്ക് ശൃംഖല ഒക്കെ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും ശൃംഖലകൾ ഭൗതികമായി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിച്ച് ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതികമായി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ടോപ്പോളജി എന്നുള്ളത്. അപ്പോൾ ടോപ്പോളജി എന്താ, ഭൗതികമായി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച
ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിക്ക് പറയുന്നതാണ് ടോപ്പോളജി എന്നുള്ളത്. പ്രധാന ടോപ്പോളജിയാണ് ബസ്, റിങ്, സ്റ്റാർ, മെഷ് എന്നുള്ളത്. അപ്പോൾ പ്രധാന ടോപ്പോളജിയാണ് ബസ്, റിങ്, സ്റ്റാർ, മെഷ്. പ്രധാന കേബിൾ ആയ ബസ്സിലേക്ക് എല്ലാ കമ്പ്യൂട്ടറുകളെയും ബന്ധിപ്പിക്കുന്ന രീതിയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന കേബിൾ ആയിട്ടുള്ള ബസ്സിലേക്ക് എല്ലാ കമ്പ്യൂട്ടറുകളെയും ബന്ധിപ്പിക്കുന്ന രീതി ബസ് ടോപ്പോളജി. ബസ്സിന്റെ അഗ്രഭാഗങ്ങളിൽ ഒരു ചെറിയ ഉപകരണമായ ടെർമിനേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു നോഡിന്റെ തകരാറ് ശൃംഖലയെ ബാധിക്കുന്നില്ല. ബസ്സിന്റെ ടെർമിനലിന്റെ തകരാറ് ശൃംഖലയെ മൊത്തമായി ബാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഓരോ ചോദ്യപേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമായിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് വ്യക്തമായി 1-2 തവണ കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് വായിക്കുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ബോൾ എല്ലാ ദിവസവും കൃത്യം 9 മണിക്കുണ്ടാവും. അതിൽ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മക്കളെ, നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നോട്ട് വായിച്ച് വീണ്ടും പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ബോളിൽ നിങ്ങൾ എന്താ പഠിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി വേണം അടുത്ത ദിവസത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള സർക്കാർ ജോലി നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമുകളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.